നമസ്കാരം. തദ്ദേശ അംഗം കഴിഞ്ഞിരിക്കുന്നു. ഇനി മഹാ അംഗം കേരളം പിടിക്കാനുള്ള നിയമസഭാ അംഗത്തിൻ്റെ കിളികൊട്ടുയർന്നിരിക്കുന്നു. അങ്ങ് അകലെ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ കുളമ്പടികൾ അടുത്തടുത്ത് വരുന്നതുമുണ്ട്. അപ്പോൾ നിലവിലുള്ള സംവിധാനം, ഭരണകക്ഷി CPM, മുന്നണി LDF എവിടെയാണ് തങ്ങൾക്ക് പിഴച്ചത് എന്ന ആലോചനയിലാണ്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി കേട്ടത് മുഴുവൻ തന്നെ ന്യായീകരണങ്ങളാണ്. എന്തുകൊണ്ട് തങ്ങൾ തോറ്റില്ല, ഇത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്, തങ്ങൾ തോറ്റു എന്നത്. തങ്ങൾക്ക് പലയിടത്തും തങ്ങളാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്. പക്ഷേ ഇത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ജയിച്ചു എന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. മറുപക്ഷത്തിന് തങ്ങളുടെ വോട്ട് അടിത്തറ ഭദ്രമാണ്. ഇതെല്ലാം തന്നെ പാർട്ടി അണികളുടെ ആത്മവീര്യം ഉയർത്തി നിർത്താൻ വേണ്ടി നേതൃത്വം പറയുന്നതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും. പാർട്ടി അണികൾക്ക് പോലും അതറിയാം. പക്ഷെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്റലിജൻസ് സംവിധാനങ്ങളാണ്. പ്രതിപക്ഷത്തിനില്ലാത്തതും ഭരണപക്ഷത്തിന് മാത്രം അനുഭവവേദ്യവുമായ ഒരു വലിയ ഇൻപുട്ടാണ് യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് ഇൻപുട്ട്. ഇന്റലിജൻസ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം നൽകുന്ന റിപ്പോർട്ടുകൾ അത് ഗൗരവമായി പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ പണ്ട് മുതൽ തന്നെ രാജഭരണകാലത്ത് എപ്പോഴും ഇങ്ങനെ ഒരു ദർബാർ, അതിനകത്തൊരു ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ട്. ഒരു വിലയിരുത്തൽ, ഒരു യുദ്ധം പരാജയപ്പെട്ടാൽ എന്തുകൊണ്ട് യുദ്ധം പരാജയപ്പെട്ടു, എന്തെങ്കിലും വിജയിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വിജയിച്ചു, വിജയിക്കാനുള്ള സൂത്രവാക്യം, ഫോർമുല എന്താണ്, ഇതൊക്കെ അവലോകനം ചെയ്യുന്നൊരു പതിവുണ്ട്. അത് പരസ്യമായിട്ടാണ്. പക്ഷെ രഹസ്യമായിട്ട് കിങ്കരന്മാരെ അയച്ചുകൊണ്ട് ഇവിടെയെല്ലാമാണ് രാജാവിന് പിഴച്ചത്, തീരുമാനങ്ങൾ എവിടെയെല്ലാമാണ് പാളിയത് എന്ന് കവലകളിലുള്ള സംസാരം, ജനങ്ങൾ തമ്മിലുള്ള അനൗപചാരികമായ കവല സംസാരങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് രഹസ്യമായി സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളും ബുദ്ധിമാനായ രാജാവ് പരിഗണനയിലെടുക്കും. ഇവിടെ ബുദ്ധിമാനായ രാജാവിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴുള്ളത് പരിണതപ്രജ്ഞനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാജാവ് നഗ്നനാണ് എന്ന് ആരും പൊതുവെ പറയാറില്ല, വിവരമുള്ള ആരും പറയാറില്ല. പക്ഷേ അത് മറ്റു രൂപങ്ങളിൽ പറയും. ഇത് ബാധ്യതയായത് എന്തെല്ലാമാണ്? ആ വിലയിരുത്തൽ ഇന്റലിജൻസിന്റെ ഭാഗത്ത് നിന്ന് അത് ഔപചാരികമായ ഒരു റിപ്പോർട്ട് എന്ന നിലയിലും അനൗപചാരികമായി നൽകുന്ന ചില സൂചനകളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്ന്, ശബരിമല സ്വർണപ്പാളി വിഷയം വല്ലാതെ LDFനെ ബാധിച്ചിരിക്കുന്നു. അത് മാധ്യമങ്ങൾ നൽകിയ ഒരു ചിത്രം നമുക്ക് തന്നെ അറിയാം. എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ മാധ്യമങ്ങൾ ആകെ എടുത്തിട്ട് അലക്കിയതാണ്. തെരുവുകളിലൊക്കെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവരം പാട്ടിൻ്റെ രൂപത്തിലും പാരഡിയുടെ രൂപത്തിലും എല്ലാം തന്നെ കേട്ടതാണ്. പക്ഷെ അത് ഉണ്ടാക്കിയ ഒരു വികാരം എന്ന് പറയുന്നത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പാർട്ടിക്കാർക്ക് ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റൊരു നീതിയും എന്ന ഒരു ഇരട്ട നീതി സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന കേരള സമൂഹം മനസ്സിലാക്കി എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അത് മാത്രമല്ല, പാർട്ടി അംഗങ്ങളായ ശ്രീ വാസുവിനെയും ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ പത്മകുമാറിനെയും, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെയും പാർട്ടിയിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഒരു അച്ചടക്ക നടപടിയും എടുത്തതായി ഇതുവരെ പൊതുസമൂഹത്തിന് അറിയില്ല. അവിടെ ജനം കാണുന്നത് മറുഭാഗത്ത് ആരോപണ വിധേയരാകുന്ന ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ മറ്റാരെങ്കിലും ആകട്ടെ, ഉടനടി പാർട്ടികൾ നടപടിയെടുക്കേണ്ടി വരുന്നു, പുറത്താക്കേണ്ടി വരുന്നു. അതൊരു നീതി. ഇവിടെ CPM അംഗങ്ങൾ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ കേസിലായി, അറസ്റ്റിലായി, ഇത് ജാമ്യം നിഷേധിക്കപ്പെട്ട് അകത്തായി എങ്കിൽ പോലും പാർട്ടി അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന നിലപാടിനോടുള്ള ശക്തമായ വിയോജിപ്പാണ്. അതുകൊണ്ട് ന്യായീകരണമായി പറയുന്നത് അങ്ങനെയോട് വലിയ തെളിച്ചടി ഉണ്ടായെങ്കിൽ അത് ഉണ്ടാകേണ്ടത് പന്തളത്താണ്. ശബരിമല ഇരിക്കുന്ന പന്തളം രാജകൊട്ടാരവുമൊക്കെ ബന്ധമുള്ള സ്ഥലമാണല്ലോ ശബരിമല. അങ്ങനെയാണെങ്കിൽ പന്തളം നഗരസഭ BJPയിൽ നിന്നും ഞങ്ങൾ LDF പിടിച്ചെടുത്തല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ആദ്യം പ്രതിഫലിക്കേണ്ട സ്ഥലം പന്തളമല്ലേ? പക്ഷെ അവിടെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് പന്തളത്ത് സംഭവിച്ചത് BJPയുടെ കെടുകാര്യസ്ഥത. BJP ഭരണത്തിൽ ആദ്യമായി ഇതം പ്രവർത്തനമായി വന്നതാണ് പന്തളത്ത്. അവരെ കയ്യിൽ കിട്ടിയ ആ ഒരു അധികാരം വേണ്ട രീതിയിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. ആഭ്യന്തരമായ വലിയ തോതിലുള്ള കലഹങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പരാജയ കാരണം. LDFന് വിജയത്തെക്കാൾ കൂടുതൽ BJPയുടെ പരാജയമാണ് യഥാർത്ഥത്തിൽ ഈ റിസൾട്ടിന്റെ കാരണം എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വലിയ രീതിയിൽ ശബരിമല വിവാദം ബാധിച്ചു എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ CPM ക്ലെയിം ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട്. പോപ്പുലർ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ നഗരസഭാ പരിധിയിൽ BJPയേക്കാൾ 1% മുന്നിട്ട് നിൽക്കുന്നത്
LDF ആണ്. തൊട്ട് താഴെ മാത്രമേ BJP വരുന്നുള്ളൂ. പക്ഷേ മണ്ഡലങ്ങളുടെ വിജയക്കണക്കിൽ 100-ൽ 50 സീറ്റുകൾ BJPക്ക് ലഭിച്ചു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് BJP ഒരുപക്ഷെ ഭരണത്തിലെത്തിയേക്കാം, പക്ഷെ തങ്ങളാണ് ജയിച്ചത് എന്ന ന്യായീകരണം ആ പരിധി എത്രത്തോളം വേകുമെന്ന് എനിക്കറിയില്ല. വസ്തുതകളുണ്ട്, അതിനകത്ത് വസ്തുതകളുണ്ട്, ഇല്ല എന്ന് പറയാനും ആവില്ല. അപ്പം അതിന് പിന്നിൽ തലസ്ഥാന നഗരത്തുൾപ്പെടെ വലിയ രീതിയിൽ തലസ്ഥാന നഗരം, മേഖല, ജില്ല ആകമാനം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഒരു ഇമ്പാക്റ്റ് അവിടെ അനുഭവപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്ത പല കാര്യങ്ങളോടുമുള്ള കടുത്ത വിയോജിപ്പ്. ആര്യ രാജേന്ദ്രനെ പ്രചരണത്തിൽ നിന്നും മാറ്റി നിർത്താൻ CPM മിടുക്ക് കാട്ടി, അത് ശരിയാണ്. പക്ഷേ ആ ഡാമേജ് വാസ് ഓൾറെഡി ഡൺ. അത് കൃത്യമായി പറയുന്നു. ഈ പ്രശാന്ത് ഉൾപ്പെടെ, വട്ടിയൂർക്കാവ് MLA പ്രശാന്ത് ഉൾപ്പെടെ ആര്യ രാജേന്ദ്രനെ തള്ളിക്കൊണ്ടുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ എന്ന് വ്യക്തമായി കാണാം. അപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ്, കൊല്ലം എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റുകളും ഈ പരാജയം അവലോകനം ചെയ്യണം. കൊല്ലം കോർപ്പറേഷൻ കൈവിട്ടതിനെക്കുറിച്ചും കാര്യമായ അവലോകനം നടത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ മറ്റിടങ്ങളിൽ CPMന് അല്ലെങ്കിൽ LDF സംവിധാനത്തിന് മെച്ചപ്പെട്ട ഒരു മേൽക്കൈ ലഭിക്കുകയും ചെയ്തു. പക്ഷേ ആകമാന വോട്ടിൽ അവിടെയും കുറവ് വന്നു. നോക്കുമ്പോൾ തെക്കൻ കേരളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾ ഒരു കമ്പൈൻഡ് 8 ജില്ലകൾ കമ്പൈൻഡായി എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് 30% അധികമാണ് വോട്ട് ഷെയർ. അവിടെ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി CPM അല്ല, അവിടെ കോൺഗ്രസ് ആയി മാറുന്നു. അത് CPMനെ അലോസരപ്പെടുത്തുന്ന ഒരു ഘടകം തന്നെയാണ്. മാത്രമല്ല വടക്കൻ ആകെയുള്ള CPMന് 30%-ലധികം, ഇപ്പോൾ ഒരു മാജിക് നമ്പറാണല്ലോ, 30%-ലധികം വോട്ട് ലഭിച്ചത് പാലക്കാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും മാത്രമാണ് എന്ന് പറയുമ്പോൾ CPMന്റെ അടിത്തറയിൽ വിള്ളൽ വീണിരിക്കുന്നു എന്ന ഒരു നിഗമനമാണ്. അത് ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട്. അതിനകത്ത് കള്ളക്കളിയൊന്നും പറയാനില്ലല്ലോ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലാകമാനം 29.17% വോട്ടാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ സ്വതന്ത്രന്മാരും, കോൺഗ്രസ് സ്വതന്ത്രന്മാർ അതോട് ചേർന്ന് കഴിയുമ്പോൾ 30% വോട്ടായി. സംസ്ഥാന തലത്തിലാണ് CPMന് 27.16% വോട്ടാണ്. അപ്പോൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചതിനേക്കാൾ 2% താഴെ കുറച്ച് വോട്ടുകളാണ് കുറഞ്ഞത്. അപ്പോൾ അവിടെ ഈ 2% വലിയ ശതമാനമല്ല എന്ന് തോന്നാമെങ്കിലും അത് സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാക്കാവുന്ന അന്തരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എക്കാലത്തും കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ലഭിച്ചിട്ടുള്ളത് CPMനാണ്. കൂടുതൽ എണ്ണം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചതും CPM ആയതുകൊണ്ട്, കോൺഗ്രസിനേക്കാൾ കൂടുതൽ മത്സരിപ്പിച്ച CPM ആയതുകൊണ്ട് അത് കൂടുതൽ ശതമാനം ലഭിക്കേണ്ടതാണ്. കോൺഗ്രസിനേക്കാൾ കൂടുതൽ വോട്ട് ശതമാനം ലഭിക്കേണ്ടതാണ്. അപ്പോൾ CPM പറയുന്നത് കുറേയേറെ സ്വതന്ത്രന്മാർ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, ആ വോട്ടുകൾ കൂടി തങ്ങളുടെ വോട്ടുകൾ തന്നെയാണ് എന്നാണ് CPM ന്യായീകരണമായി പറയുന്നത്. എന്തിനും ഏതിനും ന്യായീകരണങ്ങൾ കവചമായി ഉണ്ടല്ലോ. അതുകൊണ്ട് CPIക്ക് പരിഭവിക്കാനേറെയുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും CPIയുടെ അടിത്തറ കാര്യമായി പോയി. കോൺഗ്രസിന്റെ പിന്നിൽ 2ാം നമ്പർ UDF കക്ഷിയായ മുസ്ലിം ലീഗിന് 9.87% വോട്ടുണ്ട് കേരളത്തിൽ ആകമാനം. മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെയാണ് വൻപൻ ഭൂരിപക്ഷം ലഭിച്ചതെങ്കിൽ പോലും സംസ്ഥാന വ്യാപകമായി 9.7% വോട്ടുകൾ തീരെ കുറവാണെന്ന് പറയാനാവില്ല. അതിനേക്കാൾ വളരെ താഴെയാണ് 5.4% വോട്ടുകൾ മാത്രമാണ് പാൻ കേരള തലത്തിൽ CPIക്ക് ലഭിച്ചത്. CPIയുടെ വിലപേശൽ ശക്തി വളരെ കുറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും കൊല്ലം ജില്ലയിലുമുള്ള CPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPI വലിയ ദുഃഖത്തിലാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടിനകത്ത് ഇതിൻ്റെ എല്ലാ അനാലിസിസ് ഉള്ളത് കൊണ്ട് ഞാനതിനെ കോട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ വോട്ട് കണക്കുകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വരുന്നു. വടക്കൻ കേരളത്തിലെ പരാജയത്തെക്കുറിച്ചും ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു. PP ദിവ്യ, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ, ആ ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദം, നവീൻ ബാബുവിൻ്റെ ആ വിവാദം വലിയ രീതിയിലാണ് CPMനെ വടക്കൻ കേരളത്തിൽ ബാധിച്ചത് എന്ന ഒരു വിലയിരുത്തലും ആ ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് വലിയ ബാധ്യതകളാണ്. വേടന് വലിയ അംഗീകാരം നൽകുകയും സമാനമായ കേസ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. കൺസെൻഷ്വൽ സെക്സ് അല്ലെങ്കിൽ സ്ത്രീപീഡനം, ഔപചാരികമായി പറയുമ്പോൾ, പരാതിയുടെ രൂപത്തിൽ പറയുമ്പോൾ ബലാത്സംഗം കുറ്റം അല്ലെങ്കിൽ ഗർഭഛിദ്രം, ഇതൊക്കെ പറയുമ്പോഴും സമാനമായ സാഹചര്യമാണ് വേടന് നേരെയും ആരോപണം ഉയർന്നത്. വേടന് കുറ്റവിമുക്തി നൽകുകയും വേടനെ സ്റ്റേജിൽ വലിയ രീതിയിൽ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇടതുപക്ഷ നയം അത് രാഹുൽ മാങ്കൂട്ടത്തിന് ബാധകമായില്ല. അപ്പോൾ ആ എടുക്കുന്ന സ്ത്രീ സൗഹൃദമായ വിഷയത്തിൽ എടുക്കുന്ന നിലപാടുകൾ, അതിൻ്റെ ആർജവം ഉൾപ്പെടെ കേരള ജനത
ചോദ്യം ചെയ്തു എന്നാണ് കേരളത്തിൻ്റെ മനസ്സ് അസസ് ചെയ്തുകൊണ്ട് ജില്ലാ തലത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ രൂപത്തിൽ പുറത്തു വന്നത്. അപ്പം എല്ലായിടത്തും തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് പ്രകടമാണ്. അതുകൊണ്ട് കൃത്യമായി ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിച്ചു വയ്ക്കുകയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഇൻ്റലിജൻസ് റിപ്പോർട്ട് ബുദ്ധിപരമായ മൗനം ആചരിക്കുന്നു. അത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ക്യാപ്റ്റൻ പിണറായി, അദ്ദേഹം ഒരു ബാധ്യതയായോ എന്ന ചോദ്യം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ വ്യംഗ്യമായി പറയുന്നത് ഈ ക്യാപ്റ്റൻ്റെ നേതൃത്വം, ഇനിയിപ്പോൾ LDF തീരുമാനിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ തന്നെയാണോ മൂന്നാമതും തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? അത് വലിയൊരു ചോദ്യമാണ്. ഇവിടെ മുഖം വികൃതമായിരിക്കുന്നത് LDFൻ്റെ മൊത്തത്തിലാണോ അതോ ശ്രീ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയാണോ എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ലഭിക്കുന്നില്ല. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് CPMൻ്റെ അവലോകനങ്ങൾ ഇനി ജില്ലാ തലത്തിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും കൂലങ്കഷമായ ചർച്ചകൾ നടക്കും. ധർമ്മടത്ത് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മത്സരിക്കുമോ? ഇനി ധർമ്മടത്ത് മത്സരിക്കാതെ തന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ മുന്നണിയുടെ മൊത്തം ഭാരം ചുമലിലേറ്റി ഞാനിതാ മത്സരിക്കുന്നില്ല, പക്ഷെ ഞാനായിരിക്കണം പ്രചാരകൻ. അത് ശ്രീ VS അച്യുതാനന്ദനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി 1.0 ആദ്യ പിണറായി സർക്കാർ 2016 നിലവിൽ വന്ന പിണറായി സർക്കാരിൻ്റെ സമയത്തെ മുഖ്യ പ്രചാരകൻ VS അച്യുതാനന്ദനായിരുന്നല്ലോ. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയല്ലോ അത് സംഭവിച്ചത്. അതേപോലെ ഒരു നീക്കമാകുമോ? പുതിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഏർലി ചർച്ചകളാണ്. പുതിയൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമോ? CPMന് ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ഉണ്ടാവില്ല. പിണറായി 3.0 സംഭവിച്ചിരിക്കും. ആ ഒരു ആത്മവിശ്വാസമാണ് അണികൾക്ക് കൊടുക്കുന്നത്. കാരണം ആദ്യത്തെ ട്രാക്ക് റെക്കോർഡാണ്. അതായത് ഒരു CPM മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി, കേരളത്തിൽ ആരുമായിക്കൊള്ളട്ടെ, വീണ്ടും തുടർഭരണത്തിലെത്തിച്ച ആദ്യ സംഭവം എന്ന നിലയിൽ പിണറായി വിജയനെ കൈവിടാൻ ഇന്നത്തെ നിലയിൽ CPMനാവില്ല. അതാണ്. അപ്പം CPM വീണ്ടും അരക്കിട്ടുറപ്പിക്കുന്നു, പിണറായി വിജയൻ മത്സരിക്കും. പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ചാൽ, LDF വിജയിച്ചാൽ അദ്ദേഹം തന്നെയായിരിക്കും മുഖ്യമന്ത്രി. പക്ഷേ LDFിനുള്ളിൽ വലിയ ചിന്തകളുണ്ട്. ഈ 2 ടേം പോളിസി തിരിച്ചടിക്കുമോ? നോക്കൂ, G സുധാകരനെ പുറത്തു നിർത്തി 2 ടേം പോളിസിയിൽ, ശ്രീ തോമസ് ഐസക്കിനെ പുറത്തു നിർത്തി. ഇനി KK ശൈലജയ്ക്ക് ഈ 2 ടേം പോളിസിയിൽ ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കുമോ? അല്ല എങ്കിൽ ചിലരെങ്കിലും പിണറായി വിജയൻ 2 ടേം പോളിസി ബാധകമല്ലല്ലോ. എത്ര പേർക്ക് 2 ടേം പോളിസി ബാധകമല്ലാതെ 2 തവണ തുടർച്ചയായി MLA ആയിരുന്ന ആളിനെ 3-ാം തവണ തുടർച്ചയായി നിഷേധിക്കുക? ഇത് പ്രാവർത്തികമാകുമോ? ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതുകൊണ്ട് വിജയസാധ്യത മാത്രമാണ് നോക്കുന്നത്. അതേപോലെ തന്നെ മറുവശത്ത് ഉള്ള സ്ഥാനാർത്ഥികൾ CPMനെ സംബന്ധിച്ചിടത്തോളം മറുവശത്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കോൺഗ്രസിനെ കുറിച്ച് ഒന്നും തന്നെ ഇല്ല. പക്ഷേ കോൺഗ്രസ് റീഗ്രൂപ്പ് ചെയ്യുകയാണ്, UDF സംവിധാനം ബലപ്പെടുകയാണ്. 7-ലധികം MPമാർ, ബെന്നി ബെഹനാൻ ചാലക്കുടിയിലെ MP, K സുധാകരൻ കണ്ണൂരെ MP, അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ MP, ഇവർക്ക് മത്സര സജ്ജരായി നിൽക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര MP, ഇവരെല്ലാം മത്സര സജ്ജരായി നിൽക്കുന്നു. അവരവരുടേതായ ഇടം കേരള നിയമസഭയുടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയും അങ്ങനെയെങ്കിലും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്യാനുള്ള ആഗ്രഹം ഇവർക്കെല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇവർക്ക് ആർക്കെങ്കിലും പച്ചക്കൊടി കാട്ടുമോ? അടൂർ പ്രകാശൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് മാറി ഇവിടെ കോന്നി മണ്ഡലത്തിൽ, പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലം CPMൽ നിന്നും പിടിച്ചെടുക്കാനായി അടൂർ പ്രകാശ് വന്നാൽ ഒരു പക്ഷേ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്താനാവുമോ? UDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്താനാവില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം അനുസരിച്ച് തന്നെ CPM അവിടെ മുന്നോട്ട് നിൽക്കുകയാണ്, കോൺഗ്രസിനേക്കാൾ UDFിനേക്കാൾ. അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് കോൺഗ്രസ് മുതിരുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ രഹസ്യ റിപ്പോർട്ടുകളായി നിരന്തരം CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഫയലുകളിൽ ഉണ്ടാവും. തീർച്ചയായും ഇതെല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടികൾ അവസാനവട്ടം നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ LDFിന് അഡ്വാൻറ്റേജ് ഉണ്ട്. കൃത്യമായി പുറമേ എന്തു പറഞ്ഞാലും ചാനൽ ചർച്ചകളിൽ CPMൻ്റെ പ്രതിനിധികൾ ജനത്തോടായി, ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടായി അല്ലെങ്കിൽ അത് കേൾക്കുന്നവരോടായി എന്ത് ന്യായീകരണം പുറമേ പറഞ്ഞാലും ഉള്ളിൽ പഠനം നടത്തുന്ന പാർട്ടി തന്നെയാണ് CPMനെ ഏറെ പിഴച്ചിരിക്കുന്നു എന്ന് ഏറ്റവും അറിയാവുന്നവർ വിമർശിക്കുന്നവരല്ല, CPMന് തന്നെയാണ്. അറിയാമെങ്കിലും അത് തിരുത്താൻ തയ്യാറാവുമോ? തിരുത്തിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നായകൻ്റെ, കപ്പിത്താൻ്റെ, ക്യാപ്റ്റൻ പിണറായിയുടെ മുഖം നഷ്ടപ്പെടുമോ? അതുകൊണ്ട് ആ തരത്തിലുള്ള മുഖം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള തിരുത്തലുകൾക്കും സ്വയം അപരാധം ഏറ്റു പറഞ്ഞുകൊണ്ട് ശബരിമല വിഷയത്തിൽ തങ്ങൾക്ക് പിഴച്ചിരിക്കുന്നു, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നേറ്റു പറഞ്ഞുകൊണ്ട് ജനങ്ങളെ സമീപിക്കാനുള്ള ഒരു ആർജവം CPMും LDFും കാട്ടുമോ? ഇത്
വരും ദിവസങ്ങളിൽ കാട്ടേണ്ടതാണ്. ഇനി കേവലം 100 ദിവസത്തെ തന്ത്രങ്ങൾ മെനയാനേ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും, നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അതുകൊണ്ട് തെറ്റ് തിരുത്താനും പുതിയ ഒരു ക്രമം രൂപപ്പെടുത്താനും LDF ലഭിക്കുന്ന അവസാന സന്ദർഭമാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ എന്ന്. അതിൽ നിന്നും സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട തിരുത്തുകൾ നടത്താൻ CPM തയ്യാറാവുകയും അതനുസരിച്ച് കേരള ജനത മാറി ചിന്തിക്കുകയും ചെയ്താൽ തെറ്റുകൾ ഏറ്റുപറയേണ്ടതുണ്ട്. തെറ്റ് പറ്റി എന്നത് കൃത്യമാണ്. ഇന്റലിജൻസ് ഏജൻസികൾ കള്ളം പറയില്ലല്ലോ. തെറ്റുപറ്റിയെന്ന് വ്യക്തമാണ്. പാർട്ടി അണികൾക്കറിയാം. പാർട്ടി അണികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത് വിശദീകരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ന്യായീകരണ തൊഴിലാളികൾ ന്യായീകരിക്കുന്നത് പാർട്ടി മേലാവന്മാരെ പ്രീതിപ്പെടുത്താനാണ്. പക്ഷേ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിൽ വിശകലനം നടത്താൻ ഇപ്പോഴും പാർട്ടി കഴിഞ്ഞിട്ടില്ല എന്നത് അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആകർഷകമായ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് കേരള രാഷ്ട്രീയം. കാത്തിരിക്കാം.